തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ശരിയായ പ്രോത്സാഹനം യഥാസമയം ലഭിച്ചാൽ വ്യക്തിത്വങ്ങൾ വികസിച്ച് ശ്രേഷ്ഠമാകും, നേട്ടങ്ങൾ വരിക്കുവാൻ പ്രാപ്തമാകും. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ആധ്യാത്മിക നേതാക്കൾ, ഉത്തമ സുഹൃത്തുക്കൾ, ജീവിത പങ്കാളി എന്നിവരിൽ നിന്നെല്ലാമാണ് പ്രോത്സാഹനം ലഭിക്കേണ്ടത്. നൈസർഗികമായ പ്രതിഭ ഉണ്ടെങ്കിലും യുക്തമായ പ്രോത്സാഹനം യഥാസമയം ലഭിക്കാതെ വന്നാൽ വ്യക്തിത്വം വാടിക്കരിഞ്ഞു പോകും. ഉത്തമനായ പങ്കാളിയെ ലഭിക്കുന്നത് മഹാഭാഗ്യമെന്ന് വിശേഷിപ്പിക്കാം. കുടുംബ സൗഭാഗ്യം കൈവരുമെന്ന് മാത്രമല്ല, പങ്കാളിയുടെ കഴിവ് വളർത്തുവാനും ഉയർത്തുവാനും സാധ്യമാകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഉത്കർഷത്തിനും നേട്ടങ്ങൾക്കുമെല്ലാം കാരണം ഉത്തമവും വിശ്വസ്തവും ആദർശനിഷ്ഠവുമായ പത്നിയുടെ പ്രോത്സാഹനങ്ങളും പിന്തുണയുമായിരുന്നു എന്ന് സാക്ഷിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അറിയാം. അദ്ദേഹം എല്ലാ കൃതജ്ഞതയും ആദരവും ആ വ്യക്തിയോട് പ്രകടമാക്കുന്നുണ്ട്. ആ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ, ആംഗല സാഹിത്യത്തിൽ സമുന്നത സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള എഴുത്തുകാരൻ നഥാനിയേൽ ഹോത്തോൺ. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളും നോവലുകളും ജനഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അദ്ദേഹം ഒട്ടേറെ കഥാസമാഹാരങ്ങളും നോവലും ഒക്കെ രചിച്ചു. അവയിൽ ഏറ്റവും പ്രസിദ്ധം സ്കാർലറ്റ് ലെറ്റർ, ദ ഹൗസ് ഓഫ് ഗേബിൾസ് എന്നീ നോവലുകളാണ്. സാഹിത്യരചനയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചുവിട്ടതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. കസ്റ്റം ഹൗസിൽ ചെറിയ ജോലിയിൽ കഴിയുകയായിരുന്ന നഥനിയേൽ ഹോത്തോൺ ഉടനെ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റപ്പെടുകയും കുടുംബം പുലർത്തുവാനുള്ള മാർഗം നഷ്ടപ്പെടുകയും ചെയ്തു. തകർന്ന മനസ്സോടെ നിരാശനായി അദ്ദേഹം ഭവനത്തിലെത്തി. കുറ്റബോധവും ഉത്കണ്ഠയും മനസ്സിൽ നിറഞ്ഞു നിന്നു. ഭാര്യയോട് തന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞു. ജീവിത പങ്കാളി അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി, നിരാശപ്പെടേണ്ട, നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പുസ്തകം ഇപ്പോൾ എഴുതാൻ സൗകര്യമായി. ഹോത്തോൺ മറുപടി നൽകി, പുസ്തകം എഴുതാം, പക്ഷേ കഞ്ഞി കുടിക്കാനുള്ള മാർഗം എന്താണ്? ഉത്തരമൊന്നും പറയാതെ സോഫിയ അകത്തെ മുറിയിൽ ചെന്ന് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ഒരു പൊതി എടുത്തുകൊണ്ട് വന്നു. അത് തുറന്നപ്പോൾ ഗണ്യമായ ഒരു തുക അതിലുണ്ടായിരുന്നു. അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, എൻ്റെ പൊന്നെ, നീ ഇതെങ്ങനെ സാധിച്ചു? ഇത് എവിടെ നിന്ന് കിട്ടി? അവൾ പറഞ്ഞു, എനിക്ക് നന്നായിട്ടറിയാമായിരുന്നു നിങ്ങൾ വലിയൊരു പ്രതിഭയാകുന്നു എന്ന്. മാത്രമല്ല, നിങ്ങൾ പ്രസിദ്ധിയാർജിക്കുന്ന രചനകൾ നടത്തുമെന്നും എനിക്ക് ഉൾബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആഴ്ചതോറും തന്ന തുകയിൽ നിന്നും ഞാൻ മിച്ചം വെച്ചു സമാഹരിച്ചതാണ്. 1 വർഷത്തേക്കുള്ള നമ്മുടെ ചെലവിന് ഇത് മതിയാകും. നിങ്ങൾക്ക് മനക്ലേശം കൂടാതെ സാഹിത്യരചനയിൽ മുഴുകാം എന്ന് പറഞ്ഞു. ബുദ്ധിമതിയായ പങ്കാളിയുടെ പ്രോത്സാഹനവും കരുതലുമാണ് അമേരിക്കൻ സാഹിത്യത്തിലെ അതിപ്രശസ്തമായ സ്കാർലറ്റ് ലെറ്റർ ഉൾപ്പെടെ പല പ്രശസ്ത കൃതികളും ഉണ്ടാകുവാൻ കാരണമായത്. സോഫിയ എന്ന ധർമ്മപത്നി ഇന്നുള്ളവർക്ക് മാതൃകയും പ്രചോദനവും ആണ്. ജീവിത പങ്കാളി, സഹധർമ്മിണി എന്നീ വാക്കുകൾ ധ്വനിപ്പിക്കുന്നത് കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളുമാണ്. ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ ആദമിന് തക്ക തുണയായിരിക്കുക, ഹെൽപ്പ് മീറ്റ് സ്യൂട്ടബിൾ കമ്പാനിയൻ എന്നതായിരുന്നു ലക്ഷ്യം. പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കുവാൻ ധൈര്യം പകരുക, വിഷമതകളിൽ വിവേകപൂർവമായ ആലോചനയും ആശ്വാസവും നൽകുക, പരാജയപ്പെടുമ്പോൾ തളരാതെ നിൽക്കാൻ കരുത്ത് പകരുക. ഇതൊക്കെ ആയിരിക്കുന്നു ജീവിത പങ്കാളിക്ക് ചെയ്യാവുന്നതും ചെയ്യേണ്ടതും. നമ്മെ ജീവിതത്തിൽ ശ്രേഷ്ഠരാക്കുന്ന മനുഷ്യർ നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ്. ഏവർക്കും ധന്യമായ ഒരു ദിവസം ആശംസിക്കുന്നു.